നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ വേണോട്ടെ ഇത്? ഈ കുട്ടികള് എന്ത് ധൈര്യത്തിൽ ഇങ്ങനെ ചെയ്തത്? അറിയാൻ പാടില്ല വേണോട്ട. അവർക്ക് ആ ഡ്രസ് പാകമായിരിക്കോ യാമിനി? അതൊക്കെ ഞാൻ നോക്കിക്കോളാം ശേഖരേട്ടാ. ശേഖരേട്ടാ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നത്? ചേച്ചിക്ക് എന്താ എന്നോടുള്ള ദേഷ്യമുണ്ടോ? അതോ ഈ റിസപ്ഷൻ നടക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ലേ? നീ എന്തൊക്കെയാ ശേഖര ഈ പറയുന്നേ? റിസപ്ഷൻ നടക്കുന്നതിൽ എനിക്കെന്ത് ഇഷ്ടക്കുറവ്? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പാടാ മോനെ. രാജു, മൈക്കൊന്ന് നിർത്ത്. രാജു, മൈക്കൊന്ന് നിർത്താൻ. എന്താ രാജു, മാഡത്തിന് എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയാം. പിന്നെ നീ എന്താ ഇങ്ങനെ പെരുമാറുന്ന രാജു? എനിക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കൂ? എന്നെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആ വലിയ മനുഷ്യന്റെ വിശ്വാസത്തിന് വിപരീതമായിട്ട് ഞാൻ ഒരു തരത്തിലും പ്രവർത്തിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ കിട്ടിയ ലാസ്റ്റ് ചാൻസ് ചെയ്ത് വർമ്മ സാറിനോട് എനിക്കെല്ലാം തുറന്നു പറയണം. അല്ലെങ്കിൽ ഋതിക മാഡത്തിന്റെ വാക്ക് കേട്ട് ഈ താലിയുടെ പേരില് നമ്മൾ തുടങ്ങി വെച്ച നുണകളുടെ ബലത്തില് നമ്മളുടെ വിവാഹ ജീവിതം എന്ന കള്ളം ജീവിതകാലം മുഴുവനും എനിക്ക് തുടരേണ്ടി വരും. എനിക്കത് പറ്റില്ലെന്ന് ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. നിന്റെ മനസ്സിങ്ങനെ കല്ലായി പോയല്ലോ രാജു. അതെ, രാജുവിന്റെ മനസ്സ് വെറും കല്ല. ഋതിക മാഡത്തിന് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും സാധിച്ചു തരും. പക്ഷെ ഇത് മാത്രം എന്നെ കൊണ്ട് സാധിക്കില്ല മാഡം. നിനക്ക് ഇത്രയും വാശിയുണ്ടെങ്കിൽ എനിക്ക് വാശിയുണ്ട് രാജു. ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ എന്റെ കഴുത്തിലെ താലി ഒരു ചരടിൽ കോർത്തിട്ടത്. പക്ഷെ എന്റെ വീട്ടിൽ വെച്ച് എന്റെ അച്ഛൻ സാക്ഷിയായി, അച്ഛന്റെ സമ്മതത്തോടെ ദൈവം സാക്ഷിയായി നീ ഈ മാല എന്നെ അണിയിച്ചതാ. അത് ഞാൻ എന്നെ വർമ്മ സാറ് പിടിച്ച് തള്ളിപ്പോ അറിയാതെ. അങ്ങനൊന്നും പറഞ്ഞ് നിനക്ക് ഒഴിയാൻ സാധിക്കില്ല രാജു. അറിഞ്ഞോ അറിയാതെയോ ഈ താലി എന്നെ അണിയിച്ചത് നീയാണെങ്കിൽ ഈ ജീവിതകാലം ഋതിക രാജുവിന്റെ ഭാര്യയായിരിക്കും. ഋതിക മേഡം എത്രയൊക്കെ വാദിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മനസ്സറിഞ്ഞ് ഋതിക മേഡത്തെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് ഋതിക മേഡത്തിന്റെ കഴുത്തിൽ താലി അണിയിച്ചിട്ടില്ല. ഞാൻ ദൈവത്തെ പോലെ ആരാധിക്കുന്ന വർമ്മ സാറിന്റെ മകളാണ്, എന്റെ നല്ലൊരു സുഹൃത്താണ് എന്ന ബോധ്യത്തോടു കൂടിയേ ഋതിക മേഡത്തെ അന്നും ഇന്നും ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ മറ്റൊരു കണ്ണുകൊണ്ട് ഋതിക മേഡത്തെ ഞാൻ കാണുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ മാഡത്തിന് മനസ്സിലാവുന്ന ഒരു ദിവസം വരും. അന്ന് ഋതിക മാഡം എന്നോട് പറയും, രാജു നീ പറഞ്ഞതൊക്കെ ആയിരുന്നു ശരിയെന്ന്. സമയം വൈകുന്നു, കേറ്. എന്താ വേണൂട്ടാ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല പത്മാവതി മാഡം. കേട്ട കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടണോ സന്തോഷിക്കണോന്ന് എനിക്കറിയില്ല. അതാ ഞാൻ പത്മാവതി മാഡത്തെ വിളിച്ചത്. എന്താ വേണൂട്ടാ, എന്താ പറ്റിയേ? ഞാൻ ഋതിക മാഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുമില്ല. ഋതിക മാഡം എന്റെ ഭാര്യയല്ല. ഇന്നത്തോടെ ഈ നാടകം എനിക്ക് അവസാനിപ്പിക്കണം. ഞാൻ എല്ലാം വർമ്മ സാറിനോട് തുറന്നു പറയാൻ പോവാ. എന്താ വേണോട്ടെ ഇത്? ഈ കുട്ടികള് എന്ത് ധൈര്യത്തിൽ ഇങ്ങനെ ചെയ്തത്? വർമ്മ സാറെങ്ങാനും ഇതറിഞ്ഞ? അറിയാൻ പാടില്ല വേണോട്ട. രാജുവിനെ പോലെ നല്ല മനസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കൂടെയാണല്ലോ, നിങ്ങളുടെ ഒക്കെ കൂടെയാണല്ലോ എന്റെ മോള് ജീവിക്കുന്നതെന്ന് ഓർത്ത് ആശ്വാസത്തിലായിരുന്നു ഞാൻ. അംബിക ചേച്ചി
ചേച്ചിയുടെ ദീപകിന്റെ ഇടയിൽ നിന്ന് ഋതിക മോളെ രക്ഷിക്കാൻ വേണ്ടിയാവും രാജു ചിലപ്പോ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത്. അവരുടെ വിവാഹം അംഗീകരിച്ച് എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ച് റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വർമ്മ സാർ. അവിടെ വെച്ച് വിവാഹം നടന്നിട്ടില്ലെന്ന് തുറന്ന് പറയാൻ പോവുക രാജു. അയ്യോ, അങ്ങനെ സംഭവിക്കരുത് വേണോട്ടാ. അങ്ങനെ സംഭവിച്ച വലിയ പ്രശ്നങ്ങളുണ്ടാവും. രാജു എന്റെ ഭർത്താവിന്റെയും മകളുടെയും കൂടെ ഉള്ളതാ അവരുടെ സുരക്ഷ. അതില്ലാതായ അംബിക ചേച്ചിയും ദീപക്കും പിന്നെ പ്രതാപേട്ടനെ ഋതുമോളെ ഉന്നം വെക്കും. എങ്ങനെയെങ്കിലും വേണുവേട്ടൻ രാജുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാൽ അവൻ ഈ കാര്യം കേൾക്കുമെന്ന് ഉറപ്പില്ല പത്മാവതി മാഡം. എങ്കിൽ വേണുവേട്ടൻ എന്തെങ്കിലും ചെയ്ത് രാജുവിനെ തടയേ. എങ്ങനെ? ആലോചിച്ച് നോക്ക് വേണുവേട്ട, ഒരു വഴി തെളിയാതിരിക്കില്ല. ഋതികേച്ചി, എന്താ ചേച്ചി? ചേച്ചിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത? ഒന്നുമില്ല അപ്പു. ചേച്ചി വന്നേ, വാ രാജുവേട്ടാ. അല്ല, രാജുവിനൊരു ഉഷാറില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാജു? ഏയ്, അങ്ങനെയൊന്നുമില്ല ശേഖരൻ സാറ്. വെറുതെ നുണ പറയണ്ട. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്താ, എന്തെങ്കിലും കാര്യത്തിന് രണ്ടുപേരും വഴക്കിട്ടോ? സൗന്ദര്യപ്പിണക്കാണെന്ന് തോന്നുന്നു ശേഖരേട്ടാ. നിങ്ങൾ എന്തിനാ അമ്മച്ചിരിക്കുന്നേ? ഋതി ചേച്ചിയായിട്ട് മോളിടയ്ക്ക് വഴക്കിട്ട് പിണങ്ങിയിരിക്കാറില്ലേ? അതെ, ഫ്രിഡ്ജിൽ നിന്ന് എന്റെ ചോക്ലേറ്റ്സും ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോ ഞാൻ ചേച്ചിയോട് വഴക്കിടുമായിരുന്നു. ഇതും അത്രേ ഉള്ളൂ. എന്തോ നിസ്സാര കാര്യത്തിന് പിണങ്ങിയിരിക്കുക രണ്ടുപേരും. അയ്യേ, എന്താ രാജുവേട്ടാ ഇത്, കൊച്ചു കുട്ടികളെ പോലെ. വന്നല്ലോ കഥയിലെ നായകനും നായികയെ. നായകനോ? ആര്? അവനോ? എടാ, ഋതികയുടെ ജീവിതത്തിലെ നായകനെ അവനല്ല ദീപകേ, അത് നീയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.